നമസ്കാരം. നമുക്ക് ഇന്ന് സേമിയ പായസം നോക്കാം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. നമ്മൾ ചെമ്പ് ചൂടാക്കി അതിലേക്ക് കുറച്ച് അസിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും കുറച്ച് നുറുക്കിയിട്ട് അണ്ടിപ്പരിപ്പ് ഇടുക. ഒന്ന് സ്പീഡായിട്ട് ഇളക്കി കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് ഇളക്കി കോരി മാറ്റി വെക്കുക. കഴിഞ്ഞ് നമ്മുടെ സേമിയ അതേ നെയ്യിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് സേമിയ വാങ്ങിയത്, എന്നാലും ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ സ്പീഡായിട്ട് തന്നെ വറുത്തിങ്ങനെ എടുക്കുക. വറുത്ത് നമ്മൾ കുറച്ച് ഏകദേശം ആയിക്കഴിഞ്ഞ ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സേമിയ ഒന്ന് ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതിന് ശേഷം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ സാധാരണ കിട്ടുന്ന ലോങ് ലൈഫ് പാലാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു 4 ലിറ്റർ 4 ബോക്സ് ആഡ് ചെയ്ത് അതിനുശേഷം കുറച്ച് ഏലക്കായ് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കുറച്ചേരം ഒന്ന് അടച്ചു വയ്ക്കാം. നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടിക്കി വയ്ക്കാൻ ചാൻസ് ഉണ്ട്. മെയിനായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നന്നായി ഇളക്കി പിന്നെ നമ്മളൊരു നെസ്ലേൻ്റെ ഒരു 400 ഗ്രാമിൻ്റെ ഒരു മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് ഉപയോഗിക്കുമ്പോൾ പിന്നെ നോക്കിയിട്ട് ഷുഗർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഷുഗറും ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ നോക്കിയിട്ട് അതിൻ്റെ അളവ് മധുരം നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് സമയം എടുക്കരുത് പാല് ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട്. സേമിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് സേമിയ വാങ്ങിയത്, അതുകൂടെ എൻ്റെ കൂടെ ഇവിടെ നമ്മൾ ഒന്നും കൂടി ഇവിടുന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടുവെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കും കൂടി ചെയ്തുകൊണ്ട് സേമിയ അധികം വേകാനുണ്ടാവില്ല. ഉണ്ടോ, ഇപ്പോൾ തന്നെ വെന്തിട്ട് പൊന്തി നിൽക്കുന്നുണ്ട്. പാലിന് മുകളിലേക്ക് തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ സേമിയ ഏകദേശം വേവായി. പാലേതായാലും ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിനകത്ത് ആഡ് ചെയ്ത് കൊടുത്ത് ബ്രാഷ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പറയുന്നുണ്ട്. കുറച്ചുകൂടി ഷുഗർ ഇടാൻ വേണ്ടി പറഞ്ഞാൽ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്.
നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഇളക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അബ്ദുറഹ്മാൻക്ക് വന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട്. ശേഷം മൂപ്പരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരമൊക്കെ എത്രത്തോളം വേണമെന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ഏകദേശം നമ്മൾ വാങ്ങിച്ച ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഷുഗർ കുറച്ചും കൂടി ഇടണമെങ്കിൽ ഇടാന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. അതിൽ കുറച്ചും കൂടി ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാണാൻ ശരിക്കും തിളക്കുന്നത് തിളച്ച് വരുന്ന കാണാം. മധുരമൊക്കെ ഷുഗറൊക്കെ കറക്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ പരിപാടി സമാപിക്കാൻ വേണ്ടി പോകണം. നമുക്കിത് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ബാച്ചിലർ റൂമിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ആണ് സേമിയ പായസം. വലിയ റിസ്ക് ഇല്ലാത്ത രീതിയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ആള് ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇറക്കി വെക്കാം. ചെന്ന് ചുട്ടൊന്ന് ആറുന്നവരെ വെയിറ്റ് ചെയ്യാം.